നമ്മുടെ ബഹുമാനപ്പെട്ട MLA എത്തിച്ചേർന്നു. ഇദ്ദേഹം തുടക്കകാലം തുടങ്ങി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒട്ടുമിക്ക എല്ലാ നീന്തലിലും, അതായത് മെയിനായിട്ടുള്ള എല്ലാ നീന്തലിലും പങ്കെടുത്ത ആളാണ് അൻവർ സാദത്ത് MLA. അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ പ്രവേശന ഉത്സവം തുടങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെയാണ് നമുക്ക് വന്ന് കിട്ടിയത്. വളരെ തിരക്കുള്ള ഒരു മനുഷ്യരാണ്. ഈ ഇലക്ഷന്റെ ടൈം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇങ്ങനെ വന്ന് കിട്ടിയത് നമുക്കൊരു അനുഗ്രഹമാണെങ്കിലും വന്ന് കിട്ടിയത്. ഇനി ബഹുമാനപ്പെട്ട MLA കയ്യിൽ കൊടുക്കാം. പ്രിയപ്പെട്ടവര്, ഞാൻ പറഞ്ഞില്ലേ, ഇത് വലിയൊരു സംഭവം തന്നെയാണ്. എങ്ങനെ സജീവ് ബാലശ്ശേരി അതിന് യാതൊരു പ്രതിഫല ഇച്ഛയില്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം, എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ പ്രതിഫല ഇച്ഛ ഏതെങ്കിലും ലെവലിൽ കാണും. ഇപ്പൊ ചിലപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയക്കാർ വേറെ ഇതിൽ കാണും, അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക നേട്ടം കാണും. പക്ഷെ ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവാണ് ഓരോ ദിവസം അതിന്റെ ഗ്രോത്ത് വർദ്ധിച്ചു വരുന്നത്. അത് എത്രയോ ആളുകൾക്ക് അത് ഉപകാരപ്രദമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ആലുവയില് ഇപ്പൊ ഇതാവില്ലേ, ഇവിടെ നമ്മളൊരു പുതിയ ടൂറിസം പദ്ധതി നമ്മൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അത് ഓൾറെഡി പ്രപ്പോസല് ആയിരിക്കുന്നതാണ്. ടൂറിസം പദ്ധതി നമ്മുടെ ഈ ദേശത്ത് നിന്ന് നമ്മളൊരു തൂക്കുപാലം, അതിന്റെ ഇവിടുന്ന് നേരെ പോയിട്ട് ഇവിടെയൊക്കെ ടൂറിസം സാധ്യതകൾ വികസിപ്പിച്ചിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ട്രീറ്റ് ഫാമുണ്ട്. ആ സ്ട്രീറ്റ് ഫാമിൽ ബോട്ടുകാരും പോയിട്ട് അവിടുന്ന് പരന്തരാജ് മണപ്പുറത്തേക്ക് പോയി ആ പരന്തരാജ് മണപ്പുറത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടുന്ന് റോപ്പ് വേയില് നമ്മള് പെരുമ്പാവൂർ റോഡിലേക്ക്. അപ്പൊ അങ്ങനെ ഒരു പദ്ധതി വരുന്നുണ്ട്. ആ പദ്ധതിയില് ഞാനിപ്പോ ഉദ്ദേശിച്ച ഈ സജീവ് ബാലശ്ശേരി നടത്തുന്ന ഈ സംരംഭം കൂടി, അല്ലെങ്കിൽ ഈ നീന്തൽ പരിശീലനോട് ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ടൂറിസം സർക്യൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഓൾറെഡി പ്രപ്പോസല് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അംഗീകരിച്ച് കിട്ടിയിട്ടില്ല. ഇനി അതിന്റെ ഫോളോ അപ്പ് കിട്ടിയത് അത് നടപ്പിലാക്കിയെടുക്കാൻ തന്നെ ശ്രമിക്കുന്നതാണ്. ഏതായാലും നീന്തൽ നമുക്കറിയാം രണ്ട് ഗുണമാണ്. ഒന്ന് നമ്മുടെ ആരോഗ്യ സംരക്ഷണം, മൂന്നെണ്ണം നമുക്കത് അപകടം രക്ഷപ്പെടാൻ സാധിക്കും. മൂന്നാമത് അപകടം വരുന്ന ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്തായാലും സജീവ് ബാലശ്ശേരിയുടെ ഇനിഷ്യേറ്റീവിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും ദീർഘായുസ് കൊടുത്ത് നമ്മുടെ മക്കളെ നീന്തൽ പഠിപ്പിക്കാനും നമ്മളെ നീന്തൽ പഠിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനവും നേരുന്നു. ഇന്നത്തെ ഈ പ്രവേശനോത്സവം എല്ലാവരുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു.
അതുപോലെ ശ്വാസം നമ്മള് പറക്കാൻ പോലെ വെള്ളത്തിൽ പറക്കാൻ പോലെ അതായത് കൈ നേരമില്ല ഇങ്ങനെ രണ്ട് കൈ നേരമില്ല തല താത്തിയിടുക വെള്ളത്തിൽ തല താത്തിയിടുക ഇങ്ങനെ കാണിച്ചു കേട്ടോ തല താത്തിയിടുക അപ്പോഴാണ് കാല് പൊങ്ങി വരുള്ളൂ കാല് പൊങ്ങി വരുള്ളൂ കാലൊക്കെ നേരെ വയ്ക്കാൻ ചേർത്ത് അതൊക്കെ തവള ചാടുന്ന അപ്പൊ വെള്ളത്തിലെ പറന്നു പോകാൻ വെറുതെ തല താത്തിയിട്ട് കുടിച്ച് ചാടി കഴിഞ്ഞാൽ ഇതല്ലോ പറഞ്ഞ നിങ്ങൾക്ക് പറക്കണ്ടേ വെള്ളത്തില്